ഇത് വാങ്ങുക, ഇതെൻ്റെ മനസ്സാണ്, ഇതളുകൾ കൊഴിഞ്ഞു പോകും എൻ്റെ ജീവിതം പോലെ. പക്ഷേ നവോത്ഥാന കേരളത്തിന്റെ സമകാലിക മുഖം പല നിറം കഥ കറുത്തുപോയി. ഈ ലൈൻമാൻ ജോസൂട്ടിയും മനുഷ്യനാണ്, പക്ഷേ രണ്ടിന്റെയും ഫീസ് ഊരിക്കളഞ്ഞു. ഈ ലൈമൻ ജോസൂട്ടി നമസ്കാരം. മലയാളി ഒരിക്കലും മറക്കാത്ത, ഉള്ളിലേക്കെടുത്ത ഏറ്റവും പ്രണയാർദ്ര സന്ദർഭങ്ങളിൽ ഒന്നാണ് പ്രേമലേഖനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതി വെച്ച ആ സന്ദർഭം. ഏതാ? കേശവൻ നായർ സാറാമ്മയോട് ചോദിക്കുന്ന ഒരു കാര്യം. ആ പൂവ് നീ എന്തു ചെയ്തു? ഏതു പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചെമപ്പായ ആ പൂവ്. ഓ അതോ? അതെ, അതെന്ത് ചെയ്തു? തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിനാ? ചവിട്ടി അരച്ചു കളഞ്ഞോ എന്നറിയാൻ. കളഞ്ഞെങ്കിൽ എന്ത്? ഓ ഒന്നുമില്ല, അതെൻ്റെ ഹൃദയമായിരുന്നു. കേശവൻ നായരുടെ ഓർമ്മ ആ പൂവിൻ്റെ ഓർമ്മയാണ്. അത് പ്രണയത്തിൻ്റെ ഓർമ്മയാണ്. പ്രേമലേഖനത്തിൽ നിന്ന് ഞാൻ നേരെ ഉദ്യാനപാലകൻ എന്ന സിനിമയിലേക്ക് പോവുകയാണ്. 1996 ലോഹിതദാസ് എഴുതി ഹരികുമാർ സംവിധാനം ചെയ്ത ഉദ്യാനപാലകൻ. ഒരു വലിയ പ്രണയ യാത്രയ്ക്കൊടുവിൽ സുധാകരൻ നായർ ഇന്ദു കൂടിക്കാഴ്ചയിലുണ്ടായ ആ സന്ദർഭം, പ്രണയം അദ്ദേഹം ഓർമ്മയായി ഒരു പൂവിലൂടെ അവശേഷിപ്പിക്കുന്നുണ്ട്. സുധാകരൻ നായർ പറയുന്നത് കേൾക്കൂ. ഇത് എന്റെ മനസ്സാണ്, ഇതിന്റെ ഇടലോട് കൊഴിഞ്ഞു പോകും എന്റെ ജീവിതം പോലെ. പക്ഷേ ഈ ഓർമ്മ അതുണ്ടാവണം അടുത്ത ജന്മത്തേക്ക്. ഇത് വാങ്ങുക, ഇതെൻ്റെ മനസ്സാണ്, ഇതളുകൾ കൊഴിഞ്ഞു പോകും എൻ്റെ ജീവിതം പോലെ. പക്ഷേ ഈ ഓർമ്മകളുണ്ടല്ലോ, അതുണ്ടാകണം അടുത്ത ജന്മത്തിലേക്ക് എന്നാണ് സുധാകരൻ നായർ പറയുന്നത്. എന്നിട്ട് അയാളുടെ മുടന്തുള്ള കാല് വലിച്ചുകൊണ്ട് നടന്നു പോകും. പ്രേമലേഖനത്തിൽ ബഷീർ അവതരിപ്പിച്ച കഥയുടെ ദുരന്ത പര്യവസായിയായ സുധാകരൻ നായരുടെ വർത്തമാന അനുഭവമാണ് ലോഹിതദാസ് 96 വരച്ചിട്ടത്. ഇന്ന് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന ഈ വീഡിയോ പങ്ക്തിയിൽ 96 ലോഹിതദാസ് തിരക്കഥ എഴുതി ഹരികുമാർ സംവിധാനം ചെയ്ത ഉദ്യാനപാലകനെ കുറിച്ചാണ് നമ്മൾ ബാൽക്കണിയിൽ സംസാരിക്കുന്നത്. ആദ്യം സുധാകരൻ നായരിൽ നിന്ന് തന്നെ തുടങ്ങണം ഉദ്യാനപാലകനിലേക്ക് കയറണമെങ്കിൽ. ഒരു ഗ്രാമീണ ജീവിതമാണ് അവിടേക്ക് കടന്നു കയറിയെത്തുന്ന ആധുനിക നാഗരികതയുടെ മൂല്യവുമായി കടന്നു വരുന്ന ഒരു പെൺകുട്ടി ഇന്ദു. കാഴ്ചപ്പാടുകളുടെ സംഘർഷം അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴും നഗരത്തിലേക്ക് കുടിയേറിയിട്ടും പഴയ പ്രതാപങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും സങ്കുചിതത്വത്തിൽ തന്നെ ജീവിക്കുന്ന രക്ഷിതാക്കൾ. അവിടെ സംഘർഷത്തിലാകുന്ന അവരുടെ പ്രണയം, സ്വത്ത് പ്രതിസന്ധിയിൽ അകപ്പെട്ട സുധാകരൻ നായർ. ഇതാണ് ഉദ്യാനപാലകൻ. ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ സംഘർഷത്തിലാകുന്ന സുധാകരൻ നായർ. അദ്ദേഹം ഒരു റിട്ടയേർഡ് മിലിറ്ററിയാണ്. രാജ്യസേവനത്തിനിടെ വെടിയേറ്റ് ഒരു കാലിന് മുടന്തള്ളയാൾ. അയാളുടെ സഹോദരങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിൻ്റെ ഓരം പറ്റി അയാളുടെ സഹായം കൊണ്ട് വളർന്ന ആളുകളാണ്. എന്നാൽ സുധാകരൻ നായർ മാത്രം ഏകാഗിയായി. അയാളുടെ നല്ല കാലം കഴിഞ്ഞപ്പോൾ ബാക്കിയായത് വീട്ടിലൊരു അമ്മയും കാലിലെ മുടന്തും പിന്നെ സ്നേഹരാഹിത്യവും മാത്രം. ആ ജീവിതത്തിൽ അയാൾ ഒരു ടെക്സ്റ്റൈൽസ് ഷോപ്പ് ഉടമയാണ്, ജവാൻ ടെക്സ്റ്റൈൽസ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തൊരു റോളുണ്ട്. അയാൾ ഒരു ഉദ്യാനപാലകനാണ്. വീട്ടിൽ നിറയെ ചെടികൾ വളർത്തുന്ന ഉദ്യാനത്തിൻ്റെ ഉടമ. അയാളുടെ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ട്. തേനുണ്ണാൻ വണ്ടുകൾ വരും, പൂമ്പാറ്റകൾ വരും, ചിലപ്പോൾ പൂപ്പറിക്കാൻ കുട്ടികളും വരും. എന്നാൽ അയാൾ അതൊന്നും അനുവദിക്കില്ല. അയാളുടെ കുടുംബം, അന്തസ്സ് ഒക്കെയാണ് സുധാകരൻ നായരെ നയിച്ചത്. എന്നാൽ പോകെ എല്ലാം മിഥ്യയാണ് എന്ന് അനുഭവിക്കുകയാണ്. പട്ടാളത്തിൽ കിടന്ന് ജീവൻ പണയം വെച്ച് വളർത്തിയ കൂടപ്പിറപ്പുകൾ, അന്തസ്സ് കാക്കാൻ ബലമായി കല്യാണം കഴിപ്പിച്ച് സഹോദരിയുടെ തകർന്ന ജീവിതം, കുടുംബം കെട്ടിപ്പടുത്ത് കാലും തകർന്ന് നാട്ടിൽ ജീവിക്കുമ്പോൾ കുടുംബം എന്നത് ചിതറിത്തെറിക്കുന്ന, തന്നെ തിരിച്ച് ഒരു സ്നേഹത്തിൻ്റെ ഒരിടം തനിക്ക് നൽകാത്ത ഒരു കാഴ്ച, തൻ്റേതായ പൂന്തോട്ടത്തിലെ പൂക്കൾ പറിക്കാനെത്തുന്ന കുട്ടികളെ തല്ലിയോടിച്ചയാൾ കൊടുക്കാം, അത് തൻ്റെ ഹൃദയമാണ് എന്നും അതിലേക്ക് മനുഷ്യനെ ആനയിക്കുകയാണ് വേണ്ടത് എന്നും ഉള്ള തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവിലേക്കുള്ള യാത്ര കൂടിയാണ് ഉദ്യാനപാലകൻ. സ്വന്തം പൂക്കളെ ആരും പറിച്ചു കൊണ്ടുപോകാതെ കാത്ത ഉദ്യാനപാലകൻ്റെ തിരിച്ചറിവ്. അവിടേക്കൊരു പൂ പറിക്കാനെത്തിയ ഇന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് കുടിയേറിയവരാണ്. വിദേശ നഗര ജീവിതത്തിൽ അപ്പോഴും അവരിൽ അവശേഷിക്കുന്നുണ്ട് ഗ്രാമത്തിൻ്റെ ചില എലമെൻറ്റുകൾ. നാട്യപ്രധാനം നഗരം ദരിദ്രം എന്ന കാഴ്ചപ്പാടല്ല ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത്. ഗ്രാമത്തിൻ്റെ ചില പ്രശ്നങ്ങളും സങ്കീർണതകളുമാണ് ലോഹിതദാസ് ഇവിടെ പരിശോധിക്കുന്നത്. സുധാകരൻ ഈ ഗ്രാമീണ സാഹചര്യത്തിന് ഇരയാകുകയാണ്. അത് നഗരത്തിൽ കുടിയേറിയവരായാലും ഗ്രാമത്തിൽ ജീവിക്കുന്നവരായാലും ആ സങ്കുചിതത്വത്തിന് ഇരയാവുകയാണ്. സഹോദരിയുടെ ഭർത്താവ് മരിച്ചതോടെ തീരുമാനം സ്വന്തം വിവാഹം റദ്ദാക്കി ജവാൻ സുധാകരൻ ഏകാന്ത ജീവിതത്തിലേക്ക് വീണ്ടും എടുത്തെറിയപ്പെടുകയാണ്. അവിടെയാണ് ഇന്ദുവിൻ്റെ റോൾ. തന്നേക്കാൾ വളരെ ഇളയ കുട്ടിയാണ്. ഒരുപക്ഷെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചാൽ മകളാകാൻ പ്രായമുള്ള ഇന്ദു. അവരുടെ സുധാകരൻ്റെ പൂന്തോട്ടം സ്നേഹത്തിൻ്റെ പൂന്തോട്ടമാകുന്നത് അവിടെയാണ്. ഇന്ദുവും സുധാകരനും തമ്മിലുള്ള സ്നേഹ വിനിമയം, സ്നേഹരാഹിത്യത്തിൻ്റെ രണ്ട് ലോകങ്ങളിൽ
അവർ പരസ്പരം അഭയം കണ്ടെത്തുന്നത്, ഒടുക്കം അത് അവർ തിരിച്ചറിയുന്നത്. ഇതൊക്കെയാണ് സിനിമയുടെ ഉള്ളടക്കം. അവിടേക്ക് ഇന്ദുവിൻ്റെ ഭാവി വരം കൂടിയായ ബിജു മേനോൻ്റെ കഥാപാത്രം കൂടി കടന്നു വരികയും ചെയ്യുമ്പോൾ സംഘർഷഭരിതം സുധാകരൻ്റെ ജീവിതം. അടുത്തതാണ് ഈ സിനിമയുടെ കാതൽ, കലാഭവൻ മണിയുടെ കഥാപാത്രം. മൂന്നാമത്, അതിലൂടെ കടന്നു പോകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഉദ്യാനപാലകനെ കുറിച്ച് പറയുമ്പോൾ. സുധാകരൻ നായരുടെ ജീവിതം, അയാൾ പിന്തുടർന്നു പോന്നിരുന്ന, അയാളുടെ ഉള്ളിൽ രൂഢമൂലമായിരുന്ന ചില സങ്കുചിത സാമൂഹിക സദാചാര ബോധത്തിൻ്റേത് കൂടിയായിരുന്നു. അവിടെയാണ് കലാഭവൻ മണിയുടെ ലൈൻമാൻ ജോസ് സുധാകരൻ നായരുടെ അനിയത്തി സുമയെ പ്രണയിച്ചിരുന്നു. അവൻ ജാതിയിൽ താഴ്ന്നവൻ. ആ അതിൻ്റെ പ്രതികാരം തീർക്കാൻ സുധാകരൻ നായരും കുടുംബവും കൂടി സുമയെ നിർബന്ധപൂർവ്വം മറ്റൊരു കല്യാണം കഴിപ്പിച്ചു. ജാതിയുടെ തറവാടിത്തത്തിൻ്റെ ഒക്കെ ആഘോഷമായി. അയാൾക്കതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മനുഷ്യത്വം ഇല്ലായിരുന്നു. ഒരു കുട്ടിയും അവിടെ ഉണ്ടായി. സുമ പക്ഷേ പിന്നീട് പെരുവഴിയിലാവുകയാണ്. അതിനിടയിൽ ജോസ് ഇവിടെ നാട്ടിൽ നിരാശാ ജീവിതം നയിക്കുന്നു. മദ്യപിച്ച് ഡെയിലി വന്ന് സുധാകരൻ നായരുടെ വീട്ടിൽ വന്നിട്ട് തെറി വിളിക്കും. തെറ്റ് ചെയ്തു എന്ന് സുധാകരൻ നായർ തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് നിൽക്കും, ചിലപ്പോൾ തിരിച്ച് ശോഭിക്കും. ഒരിക്കൽ ജോസ് സുധാകരൻ്റെ കൂട്ടുകാരൻ ഗോപാലനോട്, നെടുമുടി വേണുവിൻ്റെ കഥാപാത്രത്തോട് കള്ളുപിടിച്ച് വന്നിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഗോപാലേട്ടാ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നല്ല, പല ജാതി, പല മതം, പല നിറം എന്നാണ്. ഇത് നോക്ക് എന്ന് പറഞ്ഞ് മൂപ്പരുടെ മണിയുടെ ശരീരത്തിലേക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ലേശം കറുത്തുപോയി. പല ജാതി, പല മതം, പല ദൈവം, പല നിറം. കഥ കറുത്തുപോയി. ഈ സുധാകരൻ നായരുടെ പെങ്ങൾ മനുഷ്യനാണോ? ആണ്. ഈ ലൈൻമാൻ ജോസൂട്ടിയും മനുഷ്യനാണ്. പക്ഷേ രണ്ടിൻ്റെയും ഫീസ് ഊരിക്കളഞ്ഞു. ഈ ലൈമൻ ജോസൂട്ടി മനുഷ്യനാണോ? മനുഷ്യനാ. 3 തര മനുഷ്യനാ. പക്ഷെ ഫീസ് ഊരി കളഞ്ഞു. 2 ലൈഫിന്റെ ഫീസ് ഊരി കളഞ്ഞ മനുഷ്യൻ. നവോത്ഥാന കേരളത്തിന്റെ സമകാലിക മുഖം 96-ലൊക്കെ കേരളം നിറഞ്ഞു നിന്ന ഒരു സത്യമാണ് ലോഹിദാസ് ആ കഥാപാത്രത്തിലൂടെ വരച്ചു കാണിച്ചത്. അന്തസ്സിൻ്റെയും ജാതിയുടെയും ഐഡന്റിറ്റിയും ചൊല്ലിയുള്ള പ്രണയ നിരാസങ്ങളുടെ കഥ. ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ഇന്നിപ്പോൾ യുവതി യുവാക്കൾക്കൊക്കെ ജോലി സാധ്യതയും പുതിയ തലമുറക്ക് സ്വന്തം അഭിപ്രായ രൂപീകരണത്തിനുള്ള ചിന്താശേഷിക്കൊക്കെയുള്ള സാഹചര്യം കൂടി ഉണ്ട് എന്നെങ്കിലും പറയാം. പറയേണ്ട കാര്യങ്ങൾ തീരുമാനിച്ചാൽ വേണമെങ്കിൽ പറയാം. എന്നാലും വിവേചനം, മാനുഷികതയ്ക്കപ്പുറത്തേക്ക് മനുഷ്യനെ വേർതിരിക്കുന്ന ജാതി, ആ സമൂഹമാണ് നമ്മുടേത്. അവിടെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത വർത്തമാനകാലം തന്നെയാണ് ഇതും. ജോസുമാരും സുമ്മമാരും ഇപ്പോഴും ഉണ്ട്. സുധാകരൻ നായർ അവിടെ ജാതി വേർതിരിവുകളുടെ സാങ്കല്പിക ലോകത്തെ നായകനാണ്. അയാൾക്ക് ജോസിനെ അംഗീകരിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല ആദ്യം. ഇടയ്ക്ക് ജോസുമായിട്ടുണ്ടാകുന്ന ഒരു സംഘർഷത്തിനിടയിൽ ജോസിനെ സുധാകരൻ നായർ വിളിക്കുന്ന ഒരു ചീത്ത പേരുണ്ട്, നീ പോടാ നായെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ജോസ് വിളിക്കുന്നത് അതിലും കൂടിയൊരു തെറിവാക്കല്ല, നീ പോടാ പൂച്ച എന്നാണ് അയാൾ തിരിച്ചു വിളിക്കുന്നത്. സ്നേഹമുള്ള പൂച്ചയാണ് ഇയാളെ തിരിച്ചു വിളിക്കാൻ, സുധാകരൻ നായരെ തിരിച്ചു വിളിക്കാൻ പ്രയോഗിക്കുന്ന വാക്ക്. ഒടുക്കം ഭർത്താവ് മരിച്ച് വീട്ടിൽ തിരിച്ചെത്തിയ അനിയത്തിക്ക് അഭയം ജോസ് തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് സുധാകരൻ നായർ മാറുകയാണ്. പട്ടാളച്ചിട്ടയിലോ ജാത്യാചാര വരമ്പുകളിലോ നിശ്ചയിക്കേണ്ടതല്ല പൂന്തോട്ടം എന്ന്, ജീവിതം എന്ന് അയാൾ തിരിച്ചറിയുന്നു. സംഘർഷത്തിനിടയിൽ ഒരു ദിവസം ജോസ് പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ ദൈവങ്ങൾക്ക് കണ്ണിച്ചോരയില്ല, കരളുമില്ല, എങ്ങനെ ഉണ്ടാകാനാണ്, കല്ലും മണ്ണും കടലാസും ഒക്കെയല്ലേ എന്ന് വിലപിക്കുന്ന ജോസ്, ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ജോസ്, സ്നേഹത്തിനായി പ്രണയത്തിന് വേണ്ടി പോരാടിയ മനുഷ്യൻ, ജാതിമത വേർതിരിവുകൾക്ക് എതിരെ നിലകൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നയാൾ, അയാളത് തിരിച്ചു പിടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ തൻ്റെ ഉദ്യാനത്തിൽ നിന്ന് പൂവ് പൊട്ടിച്ചു പോകുന്നവരെ ഓടിച്ചു വിടാറുള്ള സുധാകരൻ നായർ ഇന്ദുവിൻ്റെയും സുമയുടെയും ജോസിൻ്റെയും ജീവിതത്താൽ സ്വാധീനിക്കപ്പെടുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു പുതിയ പൂന്തോട്ടം അയാൾ തന്നെ സൃഷ്ടിക്കുന്നു, അതിനയാൾ ശ്രമിക്കുന്നു. എന്നാൽ സമൂഹം വീണ്ടും ഇടപെടുന്നു. ഇന്ദു ഉദ്യാനത്തിലേക്ക് കടന്നു വന്ന വഴിപോക്കെയാണോ? ഇന്ദുവിനെ വേർപെടുത്തപ്പെടേണ്ടതിൻ്റെ അനിവാര്യതയിലേക്ക് സുധാകരൻ എത്തുകയാണ്. അവിടെയും ബന്ധങ്ങളുടെ സ്വാധീന വലയത്തിൽ അവരുടെ ജീവിതത്തെ മുൻനിർത്തി സുധാകരൻ നായർ സ്വജീവിതം പുനഃക്രമീകരിക്കുന്നുണ്ട്. ഇന്ദുവിനോട് യാത്ര പറയുന്ന ഒരു രംഗം, അതിലേക്ക് ഒടുവിൽ അയാൾ എത്തപ്പെടുകയാണ്. അവിടെ വെച്ചാണ് തുടക്കത്തിൽ നമ്മൾ കണ്ട ആ സംഭാഷണം കടന്നു വരുന്നത്. അരിഞ്ഞ് വേർപെടുത്തിയ പ്രണയത്തിൻ്റെ വേദന. നിസ്സഹായനായ സുധാകരൻ നായർ ആ പൂവെടുത്ത് ഇന്ദുവിന് കൊടുത്തിട്ട് പറയുകയാണ്, ഇത് എന്റെ മനസ്സാണ്, ഇതിന്റെ എതലോല് കൊഴിഞ്ഞു പോവും എന്റെ ജീവിതം പോലെ. പക്ഷേ ഈ ഓർമ്മണ്ടല്ലോ, അതുണ്ടാവണം അടുത്ത ജന്മത്തേക്ക്. ഈ സുധാകരൻ നായരുടെ മനസ്സിനെ, അയാളുടെ ജീവിതത്തെ വരച്ചു കാണിക്കുന്നൊരു പാട്ടുണ്ട്. അത് സ്ക്രീനിൽ ലാൽ ജോസ് ടെലിവിഷനിൽ പാടുമ്പം സുധാകരൻ നായരും അമ്മയും കൂടി കണ്ടിരിക്കുന്നുണ്ട്. പനിനീർ പൂവിതളിൽ തേങ്ങി പാവം വനശലഭം, നിളയറിയാതെ കഥയറിയാതെ രാവറിയാതെ പകലറിയാതെ, പനിനീർ പൂവിതളിൽ തേങ്ങി പാവം വനശലഭം. സുധാകരൻ നായർ തൻ്റെ പൂന്തോട്ടത്തിലേക്ക് മടങ്ങുകയാണ്.
പല ചോദ്യങ്ങളും സിനിമ ഉയർത്തുന്നുണ്ട്. താൻ നട്ടുവളർത്തിയ പൂക്കൾ, അവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, പൂക്കളോടുള്ള സ്നേഹം, ഇതൊക്കെ ഏത് മട്ടിൽ വേണം എന്നുള്ള ഒരു സ്വത്ത് പ്രതിസന്ധിയിലേക്ക് അയാൾ അകപ്പെടുകയാണ്. അവിടുന്ന് രക്ഷയ്ക്കായി അയാൾ വീണ്ടും തൻ്റെ പൂട്ടിയിട്ട ഗേറ്റിനകത്തെ പൂന്തോട്ടത്തിൽ അഭയം പ്രാപിക്കുകയാണ്. 4 നൂറ്റാണ്ട് മുമ്പത്തെ സാമൂഹ്യ സദാചാരം കുറേ കൂടി പരസ്യമായി മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിരുന്നു. ഇന്നും മോശമല്ല, വ്യക്തി ജീവിതത്തിൽ അതിൻ്റെ ദുരന്തങ്ങൾ അവരവർ അനുഭവിച്ചും പോന്നു. അന്ന് പ്രായത്തിൽ അത്രയധികം മൂത്ത ഒരാളുമായുള്ള പ്രണയബന്ധം പെട്ടെന്നുള്ള ഒരു ആകർഷണം മാത്രമായി അവസാനിക്കുമോ? അത്തരമൊരു ബന്ധം രക്ഷിതാക്കളുടെ ആഗ്രഹപ്രകാരം മുറിച്ചു മാറ്റേണ്ടതാണോ? ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തിലാണോ ഒരാളുടെ പ്രണയം നിഷേധിക്കേണ്ടത്? എത്ര വയസ്സാണ് പരസ്പര പ്രണയത്തിനുള്ള പ്രായവ്യത്യാസം? ഇങ്ങനെ പലവിധ ചോദ്യങ്ങൾ ഉദ്യാനപാലകൻ ഉയർത്തുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ കാണുമ്പം നമ്മൾ ഈ സമീപകാലത്ത് സമാന സാഹചര്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു സിനിമയാണ് വെള്ളിമൂങ്ങ. അവിടെ തൻ്റെ കൂടെ പഠിച്ച സഹപാഠിയുടെ മകളുമായിട്ടുള്ള വിവാഹത്തിലേക്ക് എത്തപ്പെടുന്ന നായകൻ ബിജു മേനോൻ്റെ നായക കഥാപാത്രമുണ്ട്. ഒരുപക്ഷെ വ്യത്യസ്തമായ മറ്റൊരു സാഹചര്യത്തിൽ പിറന്ന സിനിമ. എന്നാൽ അവിടെ ഉദ്യാനപാലകനിൽ അത് ആ സമാന സാഹചര്യത്തിൽ പ്രായവ്യത്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രണയത്തിൽ അകപ്പെടുന്ന ഇടത്ത് നിന്ന് അവർ സാമൂഹ്യ സന്ദർഭത്തിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ വേർപെടുത്തപ്പെടുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ കാലം മുന്നോട്ട് വെക്കുന്ന മൂല്യം വെള്ളിമൂങ്ങയിലുണ്ട്. ഉദ്യാനപാലകൻ അന്നത്തെ കാലത്തിൻ്റെ മൂല്യം കൂടി അടിസ്ഥാനമാക്കിയാണ് ലോഹിദാസ് എഴുതി തീർക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അത് ആ കാലത്തെ മനസ്സിലാക്കാനുള്ള ഒരു സിനിമ കൂടി ആയി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഹിന്ദു നാഗരികതയുടെ പ്രതിനിധി കൂടിയാണ്. ഗ്രാമീണതയുടെ പാരമ്പര്യ സങ്കുചിതത്വങ്ങൾ ഉൾച്ചേർന്ന ഭൗതികമായി നാഗരിക ജീവിതം നയിക്കുന്ന മുൻ തലമുറ, അവരുടെ രക്ഷിതാക്കൾ, അവരിൽ നിന്ന് കുതറി മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക നാഗരികതയുടെ പ്രതീകം. ഹിന്ദുവിൻ്റെ മൂല്യങ്ങളിലേക്ക് സുകുമാരൻ നായർ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്കാണ് അവരുടെ മേൽ ആഞ്ഞുപതിച്ച സമ്മർദ്ദശക്തി. ഇന്നും വായിക്കാൻ ഒരുപാടുണ്ട് ഉദ്യാനപാലകനിൽ. വെള്ളിമൂങ്ങയിലെത്തുമ്പം ആ പതാക ഏറ്റെടുത്ത ഒരു തലമുറയാണ് ഇത് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടക്കാത്തത്. എന്തായാലും ഉദ്യാനപാലകൻ ഒരു ഗംഭീര അനുഭവമായിരിക്കും. നിങ്ങൾക്ക് കാണാത്തവർക്ക് കാണുക, അത് യൂട്യൂബിലുണ്ട്. മറ്റൊരു സിനിമയുമായി അടുത്ത വീഡിയോയിൽ വരാം. മറക്കരുത്, ബാൽക്കണി NHൽ ഓൾഡീസ് ഗോൾഡ് എന്ന പ്രത്യേക വീഡിയോ പങ്ക്തിയിൽ നമുക്കിതുപോലെ വ്യത്യസ്തമായ സിനിമകളെക്കുറിച്ച് സംസാരിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.